ഹായ് ഗായ്സ്, ഇപ്പം ഞാനില്ലേ പറമ്പിക്കുളത്തിലെ കാട് കാണാൻ പോവാണ്. ഗായ്സ്, ഞങ്ങളുടെ കാറിൽ ഒരു സ്റ്റാഫ് കയറി. ഗായ്സ്, സ്ഥലമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഗായ്സ്, ഡ്രൈവർ പഞ്ചായത്തിന്റെ വില്ലേജിന്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കാണ് വരുന്നത്. അമ്മ ഇയാളെന്താ പറയുന്നത്? ഇയാൾ മുള പൂക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30 വർഷം കൂടുമ്പോഴേ മുള പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി ഒടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. വേറെ പിടിക്കും. മുളന്നിട്ട് മുളകരി പായസം കേട്ടു. ടേസ്റ്റാണ്. ഈ മഴയായിരുന്നു, അതുകൊണ്ട് ആരും എടുത്തിട്ടില്ല. അതെ അതെ, സ്റ്റേ ചെയ്യണോ? ഓ, എത്ര പേര് വന്നു പോകും. ഇപ്പൊ നമ്മള് ഞാൻ കയറി അവിടെ നിന്ന് 10 ടെന്റ് ഉണ്ട്. അവിടെ 3 ടെന്റ് റോസ്റ്റ് ഉണ്ട്. ഇത് സ്റ്റേജാണ്. ഇത് ഒഫീഷ്യൽ റൂമുള്ള ഈ 2 ശിവറ്റുവാരി ചീത്തൽവാരി വരെ. ടിമ്പറിന് ഗൈസ്, ഞാൻ നല്ല ഉറക്കമാണ് ഗൈസ്. അപ്പോൾ ഞാനൊന്നും കണ്ടില്ല ഗൈസ്. പറമ്പിക്കുളത്തിന്റെ ഒരു ചെറിയ ഡാം. ഇതാ തമിഴ്നാട്ടിൽ ഓഫ് റോഡിൽ പോയ കന്നിമരത്തേക്ക്. ഓഫ് റോഡ് പോണോ? അത് ഓഫ് റോഡ് 6 കിലോമീറ്ററാണ്. അത് ഈ റോഡ് തന്നെ. ഇങ്ങനെ പോണോ? ഇതിൽ പോകണം. കന്നിമരട്ടി ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പൺ എങ്ങോട്ടാ പോകുന്നത്? ഇത് അതിരപ്പള്ളി ചാലക്കുടി. ഈ ഡാമിന്റെ പ്രശ്നമായിട്ടല്ലേ മറ്റേ ചാലക്കുടിയൊക്കെ വെള്ളം കയറിയത്. പറമ്പുളം ഡാമിൽ നിന്ന് ഷട്ടർ പൊട്ടിപ്പോയിട്ട്. ഈ വണ്ടിയാണ് 8 എണ്ണം ഉണ്ട്. 12 വണ്ടി ഉണ്ടായിരുന്നാണ് കട്ടപ്പുറത്ത്. അത് 2-3 വണ്ടി കൊടുത്തു. ഒരെണ്ണം മാത്രം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ സീസണ് നല്ല തിരക്കായി. ഇപ്പൊ ഓണത്തിന് നോക്കിയാൽ നല്ല തിരക്കായി. അതെ, ഇതിൽ തന്നെ കാണാം. ഈ റോഡ് തന്നെ കാണാം. ഈ പുള്ളിപ്പിരി പെട്ടെന്നൊന്നും ഓടിപ്പോവില്ല. അതൊന്നും മാറിയിട്ട് പതുങ്ങി ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. അതെ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട. നമ്മൾ ഇറങ്ങിയാൽ അത് ഓടും. ടൈഗർ മാത്രമല്ല. ഞാനിപ്പോ 10 അടി ഡിഫറൻറ്റ് ടൈഗറിനെ കണ്ടു. പക്ഷെ ഞങ്ങള് 3-4 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സാധനം നമ്മളെ കണ്ടിട്ട് ഇടിച്ചൊന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി നിഴല് പോകും. എന്നിട്ട് പിന്നെ അതൊരു ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് അങ്ങനെ നട തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും നോക്കി. എൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ കാട്ടുപോത്തുണ്ട്, മ്ലാവുണ്ട്, പുള്ളിമാനുണ്ട്, കാട്ടുപന്നിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. തിന്നാൻ കിട്ടുന്നത് കൊണ്ട് മനുഷ്യന് ഉപദ്രവമില്ല. പക്ഷെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ടല്ലോ മറ്റേ ഇവിടെയൊക്കെ. അത് ഈ വാൽപ്പാറ പറമ്പിക്കുള്ള മൈയസ്റ്റ് പീക്ക് ആ കാണുന്നു. അപ്പുറത്ത് പോയാൽ നന്നായി കാണും. ഓഫ് റോഡൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഇവിടം വരെയുണ്ട്. ഇതാണ് ഈ മലയുടെ അപ്പുറത്തെ സൈഡ് തൃശ്ശൂരാണ്. ബീച്ച് ഡാം താഴെ. ബീച്ച് ഡാം. ബീച്ച് ഡാം
എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? അത് ഇത്ര കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല. നടന്ന് വണ്ടിയൊന്നും പോയില്ല. ഇതുപോലത്തെ കയറ്റത്തിൽ കൂടെ ഒക്കെ നടന്ന് നമ്മുടെ ഫീൽഡ് പോകുമ്പോഴേ ട്രക്കിംഗ് തന്നെ. ട്രെക്കിങ് പോലെയാണ് പോകുന്നത്. എത്ര നേരം നടക്കുന്നുണ്ട്? ഒരു ദിവസം തന്നെ എടുക്കും. ഇടുക്കി അപ്പോഴും എത്തില്ല. ഇടുക്കി എത്തില്ല. 2-3 ദിവസമാവും. അങ്ങനെയുണ്ടോ? മറ്റേ തൂനക്കടവ് ഡാമിലേക്ക് വെള്ളം പോകണം. 100 കിലോമീറ്റർ ടണലാണ്. 3.25 കിലോമീറ്റർ. ആണല്ലോ. അത് പോകാൻ പറ്റുമോ അതിനകത്തേക്ക്? വെള്ളമാണ് അതിന്. നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഗൈസ് ഞാൻ ഉറങ്ങി എണീച്ചില്ല ഗൈസ്. അപ്പോൾ എനിക്ക് നല്ല ടയേർഡായിരുന്നു ഗൈസ്. ഗൈസ് ഞങ്ങൾ ക്യാമ്പ് നടത്തുന്ന അവിടെ എത്തി ഗൈസ്. ഇതെൻ്റെ അമ്മേൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ്മാരാണ് ഗൈസ്. അപ്പോൾ വേറെ ഡോക്ടേഴ്സ്മാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ കാറിൻ്റെ ബാക്കിൽ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.